ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് വരുമ്പോഴാണ് ഇത് പൊളിച്ചതറിയില്ല. അറിയാതെ പൊളിച്ചതാന്ന് പറഞ്ഞത്. അതിനാദ്യം മറുപടി മതി. അറിയാതെ പൊളിച്ചാണ് സുരേഷ് സാർ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഗുജറാത്തിലോ ബീഹാറിലോ രാജസ്ഥാനിലോ ബംഗാളിലോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബൈപ്പാസിലുണ്ടായ സംഭവമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് തെരുവ് കച്ചവടക്കാർ അവിടെ കെട്ടിപ്പടുത്ത സ്റ്റാളുകളും അതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നിട്ട് JCBയിലൊക്കെ വന്ന് ഏറ്റവും മുകൾ ഭാഗം മുതൽ പൊട്ടിച്ച് മാറ്റുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിൽ. അതൊന്നും നല്ല ഇപ്പോൾ സങ്കടമുള്ള ഒരു കാര്യം. നമ്മുടെ കേരളത്തിൽ എത്ര പാവപ്പെട്ട ആളുകളുണ്ട്. ഇവർ അതിൽ ഒരുപാട് ഭക്ഷ്യസാധനങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ടും അല്ലാതെ മറ്റുള്ള സാധനങ്ങളായിട്ടൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് അതൊക്കെ കട പൊളിച്ചാണെങ്കിൽ പൊളിച്ചോട്ടെ, പക്ഷെ അതിലത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് സ്വരൂപിച്ചിട്ട് ആർക്കെങ്കിലും വല്ല പാവങ്ങൾക്ക് കൊടുത്തൂടെ? ഒരു പണത്തിന് ഇത്രയും വില കൽപ്പിക്കാത്ത ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ ഇങ്ങനത്തെ അധികാരികൾ? ആ ഒരു സ്ത്രീയൊക്കെ പറയണത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തൊരു അവസ്ഥയിലാക്കാൻ ചിലപ്പോൾ ആ ഒരു സ്റ്റാൾ അവിടെ കെട്ടിയിട്ടുണ്ടാവുക. അതിനെപ്പോലും വില കൽപ്പിക്കാതെ ആ ഒരു സാധനം, അതിലെന്തൊക്കെ സാധനങ്ങളുണ്ടോ ഒന്നുമില്ല, ഒരു JCB കൊടുത്തിട്ട് തട്ടുക. എന്താ പോലെയൊക്കെ അവസ്ഥ അല്ലേ? ആരാണ് ഇവർക്കൊക്കെ ഇങ്ങനത്തെ ഇതിനൊക്കെ അധികാരം കൊടുക്കുന്നത്? അറിയായിട്ട് ചോദിക്കുകയാണ്. ഒരു കണ്ണിച്ചോരല്ലാത്തൊരു കാട്ടിക്കോടുള്ള കാട്ടുന്നത്. ഇത് നമ്മളെ കേരളം തന്നെ അല്ലേന്ന് ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിച്ചു പോകും ഇങ്ങനെ കാട്ടിക്കോട്ടുമ്പോൾ. ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ എപ്പോഴാണ് കണ്ടത്, ഞാൻ കരുതിയത് പഴയ വീഡിയോ ആണെന്ന്. അപ്പോൾ 2 വാക്ക് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും കേരളം തന്നെയാണോ എന്ന് ഡൗട്ട് അടിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് അവസ്ഥ.